തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വൻ തീപിടുത്തം. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ സർജിക്കൽ ഐസിയുവിന് സമീപത്ത് ഇന്ന് രാവിലെയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത്. വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന 50ഓളം രോഗികളെ മറ്റിടങ്ങളിലേക്ക് മാറ്റിയതിനാൽ ആർക്കും പരിക്കോ ജീവഹാനിയോ ഉണ്ടായിട്ടില്ല. കംപ്ലീറ്റ് നമ്മൾ എല്ലാവരും ഓക്സിജൻ സിലിണ്ടർ അല്ല, വെന്റിലേറ്ററിൽ ഷോർട്ട് സർക്യൂട്ട് പോലെയാണെന്ന് തോന്നുന്നു. എന്താണെന്നുള്ളത് നമ്മൾ പ്രാഥമികമായിട്ട് നമുക്ക് അന്വേഷണം നടത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് പേഷ്യൻസ് ഇപ്പോൾ സേഫാണ്, ആർക്കും ഇതില്ല. തീ നിയന്ത്രണ വിധേയമാണ്. തീപിടിച്ച ബ്ലോക്കിലുള്ള മറ്റു രോഗികളെയും ഉപകരണങ്ങളും മാറ്റി. ഇന്ന് രാവിലെ 9:30യോടെയാണ് തീ പടർന്നത്. പ്ലാസ്റ്റിക് ഉപകരണങ്ങളിലടക്കം തീ പിടിച്ചതോടെ കടുത്ത പുക ബ്ലോക്കിലാകെ നിറഞ്ഞു. ഇതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും ബുദ്ധിമുട്ടിലായി. പലരും പരിഭ്രാന്തരായി നിലവിളിക്കുകയും ചെയ്തു. തീ പിടിക്കുന്നത് കണ്ട് ഓടിയെത്തിയവരും കൂട്ടിരിപ്പുകാരും ജീവനക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ചില്ലുവാതിലടക്കം അടിച്ചു പൊട്ടിച്ചാണ് അവർ ഐസിയുവിലുണ്ടായിരുന്ന രോഗികളെ പുറത്തെത്തിച്ചത്. രോഗികളെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലെ ഐസിയുവിലേക്ക് മാറ്റി. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഇതിനിടെ ചാക്കോ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്ന് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി. ഇവരുടെ ശ്രമഫലമായി തീ മറ്റിടങ്ങളിലേക്ക് പടരുന്നത് ഒഴിവാക്കാനായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഐസിയുവിലെ ഒരു വെന്റിലേറ്റർ കത്തി നശിച്ചു. ഇതിൽ ഓക്സിജൻ ലൈൻ വിച്ഛേദിച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. തിരുവനന്തപുരം മേയർ വി രാജേഷ് അടക്കമുള്ളവർ സ്ഥലത്തെത്തി.